ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിന്റെ സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ കോൺഗ്രസിന്റെ പേര് നിർദ്ദേശിക്കണമെന്ന് പറഞ്ഞു. കോൺഗ്രസ് എന്തുകൊണ്ടായിരിക്കാം ശശി തരൂരിന്റെ പേര് ആദ്യം കൊടുക്കാതിരുന്നത്? അല്ല, ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. കോൺഗ്രസ് പാർട്ടി പേരുകൾ നിർദ്ദേശിക്കുന്നത് പല ആസ്പെക്റ്റും പരിഗണിച്ചാണ്. നമ്മളൊരു വിഷയത്തിന്റെ ഒരു ആസ്പെക്റ്റേ കാണത്തുള്ളൂ. കോൺഗ്രസ് പാർട്ടി പല ആസ്പെക്റ്റും പരിഗണിച്ചിട്ടാണ് പേരുകൾ കൊടുക്കുന്നത്. അപ്പോൾ ശശി തരൂരിന്റെ പേര് ഒന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതിന് പ്രത്യേകമായി ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങയുടെ അഭിപ്രായത്തിൽ അങ്ങനെ പേര് നിർദ്ദേശിക്കണമെന്ന് പറയുമ്പോൾ അതിന് പ്രഥമ പരിഗണന ശശി തരൂരിന് കൊടുക്കണമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഹൈക്കമാൻഡ്, കോൺഗ്രസ് നേതൃത്വം അവർ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ടൊരു അഭിപ്രായം പറയാൻ കഴിയുകയില്ല. ശശി തരൂർ യോഗ്യനാണെന്ന് ചോദിച്ചാൽ യോഗ്യനാണ്, അത് ഞാൻ പറയാം, അതിനകത്ത് അല്ല. പക്ഷേ യോഗ്യന്മാരെ എത്രയോ സ്ഥാനത്തിന് യോഗ്യർ ധാരാളം ഉണ്ടല്ലോ ഓരോ സ്ഥാനത്തിനും. അപ്പോൾ അതിലൊരാളെ എടുക്കുകയുള്ളൂ. അപ്പോൾ യോഗ്യതയുടെ പരിഗണന എന്ന് പറയുന്നത് പാർട്ടിയുടെ അളവ് പോലെ, അല്ലാതെ മാധ്യമങ്ങളുടെയോ വ്യക്തികളുടെയോ അളവ് പോലല്ല. അതുകൊണ്ട് ശശി തരൂരിന്റെ പേര് കൊടുക്കാതിരുന്നതിന് എനിക്ക് തെറ്റാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. അത് പാർട്ടിയുടെ തീരുമാനം, അത് അംഗീകരിക്കുന്നു. ഇപ്പോൾ ബിജെപിയെ സംബന്ധിച്ച് കോൺഗ്രസ് 4 പേരുകളാണ് കൊടുത്തിരുന്നത്. അതിലില്ലാത്ത ശശി തരൂരിനെ ഉൾപ്പെടുത്തിയത് ബിജെപിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. അല്ല, അതിനകത്ത് തീർച്ചയായും ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതിൽ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. എന്നാൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ശശി തരൂർ അതിനർഹനാണ്. ശശി തരൂർ പ്രഗത്ഭനാണ്, വിദേശകാര്യ പ്രശ്നങ്ങളൊക്കെ വിദഗ്ധനാണ്, ഉണ്ടല്ലോ, ഒരു ഡിപ്ലോമാറ്റ് എന്ന നിലയിൽ പരിഗണിക്കാവുന്ന ആളാണ്. അപ്പോൾ ആ കാര്യത്തിൽ വിദഗ്ധനാണ്. അപ്പം ബിജെപി ശശി തരൂരിനെ അങ്ങനെ അതിൽ ഉൾപ്പെടുത്തിയതിൽ ബിജെപിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാര്യം അവർക്ക് പറയാം, ഞങ്ങൾ മെറിറ്റ് നോക്കി അർഹനായ ഒരാളെ തെരഞ്ഞെടുത്തു എന്ന്. പക്ഷേ അതിനകത്തൊരു രാഷ്ട്രീയ തന്ത്രവുമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ AICC ശശി തരൂരിന് അനുമതി കൊടുത്തിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു അനുമതി ലഭിക്കുന്നതിന് മുമ്പ് ഒരു വിവരം ലഭിച്ചപ്പോൾ ശശി തരൂർ AICC നേതൃത്വത്തെ കൂടി അറിയിക്കണമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ടോ? തീർച്ചയായും. അതായത് ഞാൻ പറഞ്ഞല്ലോ, ശശി തരൂർ പ്രഗത്ഭനാണ്, നല്ല വാഗ്മിയാണ്, വിദേശകാര്യമൊക്കെ നല്ലവണ്ണം പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ ബിജെപിയോ ഗവൺമെന്റോ തെരഞ്ഞെടുത്തത് അദ്ദേഹം MP ആയതുകൊണ്ടാണ്. ഈ വിഷയത്തിൽ പ്രാഗൽഭ്യമുള്ളവർ ധാരാളം പേര് വേറെ കാണും. ശശി തരൂർ MP ആണ് തെരഞ്ഞെടുപ്പെട്ടത്. അത് MP ആയത് കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ന്യായമായും ഇങ്ങനെ ഗവൺമെന്റ് തെരഞ്ഞെടുത്തപ്പോൾ ന്യായമായും അദ്ദേഹം പാർട്ടിയോ അത് സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പാർട്ടിയോട് പറയേണ്ടതും അനുവാദം വാങ്ങേണ്ടതായിരുന്നു. അങ്ങനെ അദ്ദേഹം അനുവാദം ചോദിച്ചിരുന്നെങ്കിൽ പാർട്ടി അനുവാദം കൊടുക്കുമായിരുന്നു. പക്ഷെ അതിന് യാതൊരു സംശയവുമില്ല. കാര്യം ശശി തരൂരിനെ പോലെ ഒരാളെ തെരഞ്ഞെടുത്തപ്പോൾ പാർട്ടി അനുവാദം കൊടുക്കും. അപ്പോൾ ആ അനുവാദം വാങ്ങാതെ അത് അക്സെപ്റ്റ് ചെയ്തത് തരൂറിന്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പോൾ ഈ ശശി തരൂർ വിഷയം, ഈ ഒരു പ്രത്യേക സംഭവം കോൺഗ്രസ് പാർട്ടി നമ്മൾ കേരളത്തിലായാലും 2 തട്ടിലേക്ക് ഈ വിഷയം ഇല്ലില്ല, അതൊന്നും ഒരു ഇഷ്യൂ അല്ല. അത് കേരളത്തിൽ ഇതൊരു ഇഷ്യൂവേ അല്ല. ഞാനും പറഞ്ഞല്ലോ ശശി തരൂർ അതിന് യോഗ്യനാണ് എന്നുകൊണ്ട്. പക്ഷേ ഒറ്റ അഭിപ്രായ വ്യത്യാസം എനിക്കുള്ളത്, അദ്ദേഹം അത് സ്വീകരിക്കുന്നതിന് മുമ്പേ പാർട്ടിയുടെ പറഞ്ഞ അനുവാദം വാങ്ങണമായിരുന്നു. അനുവാദം കിട്ടുമോ? ഞാനൊരു എക്സാമ്പിൾ പറയാം, എൻ്റെ ഒരു അനുഭവം പറയാം. 1994 ശ്രീ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഒരു UN ഡെലിഗേഷനെ അയച്ചു, യുണൈറ്റഡ് നേഷനിലേക്ക് ഡെലിഗേഷൻ. അന്നൊക്കെ UN-ലേക്ക് ഡെലിഗേഷൻ അയക്കും, ഇപ്പം അതില്ലെന്ന് തോന്നി, ഇപ്പം നിർത്തിയെന്ന് തോന്നി. ആ ഡെലിഗേഷന്റെ ലീഡറായിട്ട് ശ്രീ നരസിംഹറാവു തെരഞ്ഞെടുത്തത് ബിജെപിയുടെ വലിയ നേതാവായ
ശ്രീ AB വാജ്പേയിയാണ്. ഞാൻ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷനിലെ ഒരു അംഗമായിരുന്നു. ഞാനും അന്ന് ആ ഡെലിഗേഷനിൽ യുണൈറ്റഡ് നേഷനിൽ പോയിട്ടുണ്ട്. അന്ന് ശ്രീ വാജ്പേയിയുടെ പേര് ആണ് ലീഡർ എന്ന് അറിഞ്ഞപ്പോൾ ചിലരൊക്കെ നെറ്റി ചുളുക്കി. BJP നേതാവിനെയാണോ കോൺഗ്രസിന്റെ ഇതിലയക്കുന്നതെന്ന് നെറ്റി ചുളുക്കി. പക്ഷേ ഞാൻ അന്ന് അറിഞ്ഞത് ബഹുമാനായ ശ്രീ AB വാജ്പേയി അത് സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ്. അങ്ങനെ ഒരു കാര്യവും അന്ന് തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇതാണ് കീഴ്വഴക്കം. ഇവിടെ ശ്രീ മോഡിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. അതിനകത്ത് തന്ത്രമുണ്ട്. പക്ഷെ മോഡി പ്രഗത്ഭന ഒരാളെ എടുത്തു. ശ്രീ തരൂരാണ് നോക്കേണ്ടത്. ഞാൻ കോൺഗ്രസിന്റെ MP ആണ്. അതുകൊണ്ട് ഞാൻ അത് സ്വീകരിക്കുന്നതിന് മുമ്പേ ഞാൻ MP ആണ്, അത് കോൺഗ്രസിൻ്റെതാണ് എന്നത് ഓർത്തിട്ട് അത് സ്വീകരിക്കുന്നതിന് മുമ്പേ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ അനുവാദം ചോദിക്കണമായിരുന്നു. ചോദിച്ചിരുന്നെങ്കിൽ അനുവാദം ഉറപ്പായി കിട്ടുമായിരുന്നു. എനിക്ക് യാതൊരു സംശയവുമില്ല. ആ ചോദിക്കാതിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു വീഴ്ചയാണ്. അതിന്റെ അർത്ഥം തരൂറിന് ഇതിന് കഴിവില്ലെന്നല്ല. തരൂർ ഈ കാര്യത്തിൽ ഏറ്റവും ഉപയുക്തനായ ആളാണ്.